Good morning. Good morning, ma'am. Good Good morning, morning, ma'am. Miss. Good morning, everyone. Myself, Sanila. Today I am coordinating this session. Today is a wonderful day. ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കണമല്ലേ നമ്മൾ ഓരോ ദിവസവും തുടങ്ങേണ്ടത്. ഇന്ന് മലയാള മാസം മകരം ഒന്നാണ്. അതോടൊപ്പം തന്നെ 2026 ആദ്യ മാസമായ ജനുവരിയുടെ പകുതിയും നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാം സഫലമാകട്ടെ. അതിനായി നമുക്ക് പ്രയത്നിക്കാം, നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം. ഇന്നത്തെ ക്ലാസ് നമുക്കൊരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. I invite Bismaya for the prayer of today. Bismaya, please. Good morning, ma'am, and good morning, all. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരാളിൽ കുടിയിരിക്കേണമേ, എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറും പുഞ്ചിരി നീയല്ലോ, പുസ്തക പരിജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണിമേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായ എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായ എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ കുടിയിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. Thank you, Bismaya, for the wonderful prayer. Every day is a new beginning. Next, I would like to welcome Jnanamani for sign in the today's class. Jnanamani, please. ഗുഡ് മോർണിംഗ് മിസ്. ഇന്ന് ക്ലാസ് എടുക്കാൻ വന്ന അശ്വതി മിസ്സിനും എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Thank you, Jnanamani. Change is never easy, but it is necessary for growth. So I would like to invite Reshma for sharing some wonderful thoughts and knowledge. Reshma, please. Good morning, Miss. Good morning, friends. Today's thought. The future belongs to those who believe in the beauty of their dreams. This quote by Eleanor Roosevelt. It highlights the importance of having faith in your dreams and aspirations. When you believe in yourself and your goals, you are more likely to work towards achieving them. And that's when the magic happens. It's about having confidence and positivity and trusting that your dreams can become a reality. Repeat my thought. The future belongs to those who believes in the beauty of their dreams. Thank you. Thank you, Reshma, for the wonderful thought. Then let's learn the class today. Ma'am. Okay. തുടങ്ങാല്ലേ നമുക്ക്. സനില എന്നല്ല പേര്. അതെ മാം, സനില. നല്ല വോയിസ് ആണ് കേട്ടോ. താങ്ക് യു മാം. നല്ല വോയിസ് മോഡുലേഷൻ ഉണ്ട്. നമ്മുടെ FP30 ഇതേപോലെ വോയിസ് ഉള്ള ഒരു കുട്ടി, സെയിം വോയിസ് സനിലയുടെയും ആ കുട്ടിയുടെ വോയിസ് സെയിം. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മള് സെമിനാർ സെഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും? അതോടൊപ്പം നമ്പർ വീൽസും പിക്ചർ വീൽസും കാണിക്കാത്തവർക്കും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എത്ര പേര് രഞ്ജിനി, സനില, റഷിദ, ശിൽപ, ഗ്ലാഡ്സ് അല്ലെ? ഓക്കെ, കൊല്ലത്തൂരായിട്ട് കാണിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെമിനാർ പ്രസന്റേഷനിലേക്ക് കിടക്കാം. മിസ്സേ, ഞാന് വീട്ടിലാണ്, എൻ്റെ വീട്ടിലാണ്. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചാൽ മതിയോ? മതി, കുഴപ്പമില്ല, കാണിച്ചാൽ മതി, പ്രശ്നമില്ല. നമുക്ക് ഇതിന് ടൈം പീരീഡ് ഒന്നുമില്ല. നിങ്ങൾ എപ്പോഴാണോ ചെയ്ത് തീർക്കുന്നത് അപ്പൊ കാണിച്ചാൽ മതി. സനില ചെയ്തോളൂ, കാണിച്ചോളൂ കേട്ടോ.
ഓക്കെ, പിക്ചർ വീൽ അല്ലേ? ഇത് പിക്ചർ വീല്, ആ, നമ്പർ വീൽ. നമ്പർ വീൽ അല്ലേ? എന്ത് വെച്ചിട്ടാ ചെയ്തേ? കുറെ ചാംസ് ഇല്ലേ, നമ്മളിങ്ങനെ മാലയും വളയൊക്കെ ഉണ്ടാക്കുന്ന, ആ, പിന്നെ ബട്ടൺസ് ഉണ്ട്, പിന്നെ പൊട്ടുണ്ട്, പിന്നെ നമ്മള് തലയിലൊക്കെ ബൊക്കയിലൊക്കെ വെക്കുന്ന ഒരു പൂവിന്റെ ബഡ്സ് ആണത്, ഈ അതെ. നയൻ. പിന്നെ സ്റ്റിക്കേഴ്സ് അങ്ങനെ. ഓക്കെ ഓക്കെ. ഇത് കാർഡ്ബോർഡ് വെച്ചിട്ടാണ് എന്ത് വെച്ചിട്ട് ചെയ്തേ? കാർഡ്ബോർഡ് ആണ് മാം. കാർഡ്ബോർഡ് ഞാൻ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ സ്ക്രൂ വെച്ചിട്ടാ ചെയ്തിരിക്കുന്നത്. അടിയില് സ്ക്രൂ വെച്ചിട്ട് ചെയ്തിരിക്കുക. ചെയ്തല്ലേ? ഈ സൈഡിൽ എന്താ ചെയ്തേക്കുന്നേ? ആ ബ്ലൂ കളറില് സൈഡില് കുട്ടികളുടെ ഒക്കെ സ്റ്റിക്കർ ടേപ്പ് ഇല്ലേ, സ്റ്റിക്കർ ടേപ്പ്. കുട്ടികളുടെ സ്റ്റിക്കർ ടേപ്പ്, നമ്മളെ ടേപ്പ് ഇങ്ങനെ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ടേപ്പ് ഉപയോഗിക്കും. ആ, ഓക്കെ ഓക്കെ. അത് ഞാൻ കാണിച്ചു തരാം മാം. ഇങ്ങനെ ഇരിക്കും. ഓക്കെ ഓക്കെ, അത് വെച്ചിട്ടാണല്ലേ ചെയ്തേ? അത് വെച്ചിട്ട്. നമ്പർ വീലാണെങ്കിലോ, നമ്പർ വീലിൽ എങ്ങനെയാ സൈഡിൽ റൗണ്ട് ചെയ്തേക്കുന്നത്? അത് അതേപോലെ തന്നെ, അത് ഗ്ലിറ്ററിംഗ് ആണ്, ഗ്ലിറ്ററിംഗ് ടേപ്പ്. ഗ്ലിറ്ററിംഗ് ടേപ്പ് ആണ് അല്ലേ? അതെ, ആ ടേപ്പ് തന്നെ ഗ്ലിറ്റർ ആയിട്ട് വരുന്ന രീതിയിലുള്ളത് അങ്ങനെ ചെയ്തു. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് ആരാ ചെയ്യുന്നേ? കാണിക്കട്ടെ മാം. റഷീദ, ഒരു മിനിറ്റ്. റഷീദ അല്ലേ കാണിക്കുന്നേ? യെസ് മാം. നമ്പർ വീല. ആ സൈഡിൽ എന്താണ് ആ യെല്ലോ കളറിലെ? ഇതെല്ലാം ഫോം സ്റ്റിക്കർ ആണ്. ഫോം സ്റ്റിക്കർ ആണല്ലേ? അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. താങ്ക് യു മാം. ഇത് പിക്ചർ വീൽ ഫ്രൂട്ട്സ് ആണ് ചെയ്ത. കാർഡ്ബോർഡ് ആണോ യൂസ് ചെയ്തത്? ഇത് കാർഡ്ബോർഡ്, ഇത് കേക്ക് ബോർഡ്. കേക്ക് ബോർഡ് അല്ലേ? ഓക്കെ, ഏതാണ് പെർഫെക്റ്റ് എന്ന് തോന്നിയത് ചെയ്തത്? കാർഡ്ബോർഡ് ആണോ കേക്ക് ബോർഡ് ആണോ? കേക്ക് ബോർഡ് ആണ്. കേക്ക് ബോർഡ് ആണല്ലേ പെർഫെക്ഷൻ വരുന്നത്? അതെ. താങ്ക് യു മാം. രഞ്ജിനി, പിക്ചർ വീൽ അല്ലേ? ഓക്കെ, നന്നായിട്ട്. നമ്പർ വീൽ ചെയ്തിട്ടുണ്ടോ? കേൾക്കുന്നുണ്ടോ രഞ്ജിനി? രഞ്ജിനി, ഹലോ. പിക്ചർ നമ്പർ വീൽ ചെയ്തിട്ടുണ്ടോ? നമ്പർ വീല് ചെയ്തിട്ടില്ല. ഓക്കെ, ചെയ്ത് കഴിയുമ്പോ കാണിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം. മാം ഗ്ലാഡിസ് ആണ്. മാം ഇതെന്റെ പിക്ചറിലാണ്. അതെ, ഞാനത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ചെയ്തേക്കുന്നത്. 5 ഫ്രൂട്ട്സും 5 വെജിറ്റബിൾസും ആയിട്ട് ചെയ്തേക്കുന്നത്. ഇങ്ങനെ അങ്ങനെ കാണാം. പിന്നെ ഞാൻ നമ്പർ വീൽ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിരുന്നു, കൂടെ കാണിക്കാം മാം. നന്നായിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായിട്ട്. ഓക്കെ മാം, താങ്ക് യു മാം. ഇതായിരുന്നു മാം ഞാൻ യൂസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞില്ലേ സൈഡില്. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അല്ലേ?
അതെ അതെ, നമ്മള് ചാർട്ടിനൊക്കെ ഹാങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വള്ളിയാണ് മാം ഇത്. ചാർട്ടിന് ഹാങ് ചെയ്യാനല്ലേ? അതെ അതെ. ഇതിന്റെ പേരെന്താ? ഇത് ഞാന് ചാർട്ട് ഹാങ് ചെയ്യാനായിട്ടുള്ളത് കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവര് 2-3 മോഡൽ കാണിക്കുകയും ചെയ്തേ എനിക്ക്. അപ്പൊ ഞാനിപ്പോ അതിൽ ഇത് സെലക്ട് ചെയ്ത് എടുക്കുകയും ചെയ്തേ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്? ഓക്കെ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്തിട്ടില്ല നിങ്ങള് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിലോ? താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് മാം. ഓക്കെ. നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ, അതായത് ഷോപ്പിൽ നിന്ന് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പൊ മറ്റുള്ളവർക്കും അതിനെ കുറിച്ച് ഒരു അറിവുണ്ടാവുമല്ലോ. എല്ലാവരും പറയുന്നത്. ഈ സാധനങ്ങളൊക്കെ ഇപ്പോഴാ കാണുന്നത് തന്നെ. ഓരോരുത്തർ പ്രസന്റ് ചെയ്യുമ്പോഴേ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ അറിയുന്നത് ഇപ്പോഴാ. എല്ലാവരും മേടിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ഫിനാൻഷ്യലി കുറച്ച് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. പക്ഷെ അറിയിക്കുന്നത് നല്ലതാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് ഇത് കാണുമ്പോ നല്ലത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അല്ലേ ഗ്ലാഡിസിന്റെ? അത് സൈഡിൽ റൗണ്ട് ചെയ്തോണ്ട് അപ്പൊ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് കാണിച്ചു. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഷോപ്പിൽ നിന്ന് പുതുതായിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഫെമിലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ, ആരായാലും. മാം ജുബേരിയ കാണിക്കട്ടെ മാം? എന്താണ് പേര്? ജുബേരിയ? യെസ് മാം. ഹസ്ബൻഡ് ആണോ നിങ്ങൾ ഇത്രയും കാര്യം? കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കാണണ്ട മാം? കാണുന്നുണ്ട്. ചാർട്ട് പേപ്പറും ചെറിയ മുത്തുകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നമ്പേഴ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് വരച്ചിട്ട് കളർ ചെയ്തതാ. വരച്ചിട്ട് കളർ ചെയ്തതാണ് അല്ലേ? ഓ, ഫിറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടാ? സ്ക്രൂ വെച്ചിട്ടാണോ? അതെ അതെ അതെ. ബാക്ക് സൈഡ് ഒന്ന് കാണിക്കാമോ? ബാക്ക് സൈഡ് ഓക്കെ. ഹസ്ബൻഡാണോ സഹായിച്ചേ? ഓ, ഹസ്ബൻഡാണോ സഹായിച്ചെന്ന്? സഹായിച്ചത്. ഹസ്ബൻഡ് പേര് അൻവർ. ഇന്ന് ഉണ്ടായില്ല മാം. ഇന്ന് ഇവിടെ താല്പര്യം ഇന്ന് മുടക്കായിരുന്നു. അപ്പൊ ഞാനൊരു ഹെൽപ്പിന് വേണ്ടി വിളിച്ചതാ. കൊടുങ്ങല്ലൂര് കൊട്ടിക്കൽ. ഓക്കെ മാം. ഓക്കെ. മാം കാണുന്നില്ല മാം? ഞാൻ നമ്പർ വീൽ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്യാം. പിക്ചർ വീട് അല്ലേ? അവിടെ ഈ പിക്ചേഴ്സ് മേടിച്ചതാണോ അല്ലെങ്കിൽ ബുക്കിൽ നിന്ന് കളക്ട് ചെയ്തതാണോ? ഇല്ല, മോന്റെ LKG-ത്തെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പിക്ചർ എടുത്തു. നല്ല ഭംഗിയുണ്ട്. പിക്ചേഴ്സ് ഗ്രേപ്സ് ഒക്കെ അങ്ങനെ തന്നെയുണ്ട്. കൊലയപ്പാടി അല്ലേ? കളർഫുള്ള്. താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? ജെമിനി എന്നാണ് പേര്? ജെമിനി. ഇത് പിക്ചർ വീലാണ്. ആയിട്ടുള്ള പിക്ചർ വീലാണ് അല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്പർ വീലാണ്. നമ്പർ വീലിലെ പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്തതാണ് അല്ലേ? അതെ അതെ. ഇത് നമ്പർ വീൽ വെച്ചിട്ടാണോ ചെയ്തേ?
എന്തോ? കാർഡ്ബോർഡ് വെച്ചിട്ടാണോ ചെയ്തേ? അതെ, അതെ അതെ, രണ്ടും അതെ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും നല്ല പെർഫെക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ മാം, എന്റെ മകന് വേറെ ഒരെണ്ണം കൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കുക. അങ്കണവാടിയിൽ കൊണ്ടുപോകണം അത്രേ. ഭയങ്കര ബഹളായിരുന്നു. ഇന്നലെ എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളായിരുന്നു. അപ്പൊ ടീച്ചറിനെ കാണിച്ചിട്ട് എനിക്ക് തരുമോന്നാ ചോദിച്ചിരിക്കണേ. അപ്പൊ വേറെ ഉണ്ടാക്കി തരാട്ടോ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ. ആള് അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് അവനെ ഒന്ന് ട്രൈ ചെയ്തു ആ നമ്പേഴ്സ്. അപ്പൊ ആളിങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കറക്കി 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 അതിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ കാരണം നമ്മൾ പഠിക്കുന്നതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് അവിടെ കണ്ടല്ലോ. അപ്പൊ ആളിങ്ങനെ നമ്പർ എണ്ണി ആ നമ്പറിന് നേരെയൊക്കെ കാണിച്ചൊക്കെ ചെയ്തായിരുന്നു. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് കൊണ്ടുപോകുന്നത് നല്ലതാ. ആദ്യത്തെ ദിവസം തന്നെ കൊണ്ടുപോകണം എന്നില്ല. ആദ്യത്തെ ദിവസം നിങ്ങൾ എങ്ങനെയാണെന്ന് ഒബ്സർവ് ചെയ്യുക കുട്ടികൾ കേട്ടോ. ഏത് ക്ലാസ്സിലെ കുട്ടികളെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? എല്ലാവർക്കും ഒരേപോലെയുള്ള ക്ലാസ് റൂം ആയിരിക്കില്ല ചിലപ്പോൾ കിട്ടുന്നത്. പല ടൈപ്പ് കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് പിന്നീട് നെക്സ്റ്റ് ഡേ തുടങ്ങി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇതൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരുടെയും കയ്യിൽ ഇത് വേണം എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഓക്കെ. അപ്പൊ കഴിഞ്ഞല്ലോ. ഇനി ആരെങ്കിലും കാണിക്കാനുണ്ടോ? പ്രസന്റ് ചെയ്യാനുണ്ടോ? രേവതി പ്രസന്റ് ചെയ്യാനുണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് സെമിനാർ പ്രസന്റേഷനിലേക്ക് കിടക്കാം. മിസ്സേ, ഞാൻ അടുത്ത ദിവസം ചെയ്യാണ്ട് എനിക്ക് വയ്യാണ്ടൊക്കെ ആയിട്ട് അലർജിയൊക്കെ ആയിട്ട് ഇരിക്കായിരുന്നു. കുഴപ്പമില്ല, അടുത്ത ദിവസം ചെയ്താ. സെമിനാർ പ്രസന്റ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ ടീന ടോമി സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. ബഹുമാനപ്പെട്ട അശ്വതി മിസ്സിനും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഒരു കഥയിലൂടെ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? ഒരിടത്തൊരിടത്ത് ആരോഗ്യദേശം എന്ന പേരായ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടുത്തെ ആളുകൾ ആരോഗ്യത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തു പോന്നു. ആ നാട്ടിൽ അഗതം എന്നും അനാമയം എന്നും പേരായ ഒരു കർഷക കുടുംബം ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ കർഷകരായ അഗതപ്പനും അനാമയത്തിനും ഒരു പൊന്നോമന പിറന്നു. അവർ ആ കുഞ്ഞിന് ആരോഗ്യശ്രീ എന്ന് പേര് നൽകി. ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഗ്രാമമായതിനാൽ തന്നെ കുഞ്ഞു പ്രായത്തിൽ തന്നെ കുഞ്ഞ് ആരോഗ്യശ്രീക്ക് അഗതപ്പനും അനാമയവും വാക്സിനേഷനൊക്കെ നൽകി. ആരോഗ്യശ്രീ മിടുക്കി കുട്ടിയായി വളർന്നു പോന്നു. എല്ലാവരുടെയും കണ്ണിനുണ്ണിയായി കുട്ടി വളർന്നു. ഒപ്പം അഗതപ്പനും അനാമയും ആ നാട്ടിലെ അറിയപ്പെടുന്ന സമ്പന്നരായി തീർന്നു. വലിയ വീടും സമ്പത്തും അവരെ കുറച്ച് അഹങ്കാരികളുമാക്കിയിരിക്കുന്നു. എല്ലാ മാസവും ആരോഗ്യദേശത്ത് അങ്കണവാടി വഴിയും വിദ്യാലയത്തിലുമായി ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടക്കുമായിരുന്നു. ഏവരും കുടുംബസമേതം അതിൽ പങ്കെടുത്ത് ആരോഗ്യം ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഈ സമയം അഗതപ്പനും അനാമയും കൃത്യമായി ഹെൽത്ത് ചെക്കപ്പ് എടുത്തിരുന്നില്ല. എന്തിനു പറയുന്നു, നമ്മുടെ കുഞ്ഞ് ആരോഗ്യശ്രീക്ക് റെഗുലർ ഹെൽത്ത് ചെക്കപ്പിൽ മാതാപിതാക്കളുടെ അശ്രദ്ധ കാരണം വീഴ്ച വന്നിരിക്കുന്നു. ആശാവർക്കർമാരും അധ്യാപകരും ആരോഗ്യശ്രീയുടെ മാതാപിതാക്കളെ ഹെൽത്ത് ചെക്കപ്പ് കൃത്യമായി ഓർമ്മപ്പെടുത്താറുണ്ടെങ്കിലും ഞങ്ങൾക്ക് എന്തിനാ ഇതൊക്കെ, ഞങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞും ഞങ്ങൾ ഞങ്ങളുടെ മകൾക്ക് വാക്സിനേഷൻ ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവരെ നിന്ദിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കുഞ്ഞ് ആരോഗ്യശ്രീ വന്ന് പറഞ്ഞു, അമ്മേ, എന്റെ കണ്ണ് വല്ലാതെ വേദനിക്കുന്നു, തലവേദനയും ഉണ്ടമ്മേ. ആണോ? സാരമില്ല മോളെ,
അമ്മ മോൾക്ക് നല്ല ഒറ്റമൂലി തരാം, അപ്പൊ വേദനയൊക്കെ പമ്പ കിടക്കും. ചൂടുവെള്ളം കുടിച്ചും കട്ടൻ ചായയും മറ്റൊറ്റമൂലിയും കൊടുത്തു. എന്നിട്ടും കുഞ്ഞ് ആരോഗ്യശ്രീക്ക് രോഗത്തിന് ഒരു കുറവുമില്ല. മാത്രവുമല്ല, പല്ലുവേദന, ചെവിവേദന, പനി എന്നീ അസുഖങ്ങൾ കൂടി വന്നു. വിദ്യാലയത്തിലും പോകാതെ വീട്ടിൽ തന്നെ ആരോഗ്യശ്രീ ഒരു ദീനാമസ്ത്രീയായി മാറി. ശോ, എന്റെ മോളെ ഈ നാട്ടുകാരൊക്കെ കണ്ണുവെച്ചതാവും എന്ന് പറഞ്ഞ് കുഞ്ഞു ആരോഗ്യശ്രീയുടെ അമ്മ അനാമയം വ്യസനപ്പെട്ടു. ആ സമയം ആരോഗ്യദേശത്ത് ഒരു ഹെൽത്ത് ക്യാമ്പ് നടക്കുന്ന സമയമായിരുന്നു. കുഞ്ഞ് ആരോഗ്യശ്രീയുടെ വിവരം കേട്ട് നല്ലവരായ നാട്ടുകാർ അഗതപ്പനെയും അനാമയെയും മകളെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ നിർബന്ധിച്ചു. ആദ്യമൊക്കെ ഓരോ ന്യായങ്ങൾ അവർ പറഞ്ഞെങ്കിലും മകളെ ഓർത്ത് അവർ പിന്നീട് ഹെൽത്ത് ക്യാമ്പിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ്, നഴ്സസ്, ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. മകളുടെ വിവരം കേട്ടപ്പോൾ തന്നെ ഡോക്ടർ അഗതപ്പനോടും അനാമയത്തിനോടും ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ വളരുന്ന പ്രായത്തിലുള്ള ഈ മകൾക്ക് റെഗുലർ ഹെൽത്ത് ചെക്കപ്സ് നടത്തിയില്ല? ഞങ്ങളോട് ക്ഷമിക്കണം ഡോക്ടർ, ഞങ്ങളുടെ അറിവില്ലായ്മയാണ് അതിന് കാരണം. ഞങ്ങളുടെ മകൾക്ക് എന്തു പറ്റി ഡോക്ടർ? പേടിക്കേണ്ട, നിങ്ങളുടെ മകൾക്ക് വിളർച്ചയും അസുഖത്തിന് കൃത്യമായ മരുന്ന് നൽകാത്തതിന്റെയും കുറവാണ്. അത് നന്നായി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നില്ല. ശരി, ഞാൻ മരുന്ന് തരാം, ഇനി ശ്രദ്ധിക്കണം കേട്ടോ. അവർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലായി. ഞങ്ങൾ ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ? ശരി, പറഞ്ഞു തരാം. രോഗങ്ങളില്ലാത്ത അവസ്ഥയെയാണ് ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെഗുലർ ഹെൽത്ത് ചെക്കപ്സിലൂടെ രോഗങ്ങളെ നേരത്തെ കണ്ടെത്തി അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളെ നേരത്തെ ഡിറ്റക്ട് ചെയ്ത് ട്രീറ്റ് ചെയ്ത് അത് കൂടുതൽ സങ്കീർണമാകാതെ ഹെൽത്തി ആയിരിക്കാൻ സാധിക്കുന്നു. കുഞ്ഞുങ്ങളിലെ ഹെൽത്ത് കെയർ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അവരുടെ ജീവിതകാലം മുഴുവൻ ആരോഗ്യകരമായ ജീവിതത്തിന് അടിത്തറ നൽകുന്നു. ഇവിടെ കുഞ്ഞു ആരോഗ്യശ്രീയിലൂടെ ഒരു നല്ല സമൂഹത്തെ തന്നെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്, അല്ലെ? അതുകൊണ്ട് ഹെൽത്ത് കെയർ ഉറപ്പായും റെഗുലറായും ഉറപ്പുവരുത്തണം. ഇനി ഹെൽത്ത് ചെക്കപ്പിൽ എന്തൊക്കെയാണ് പരിശോധിക്കേണ്ടത്? ജനറൽ അപ്പിയറൻസ്, പൊതുവായ രൂപം, അതായത് ഒറ്റ നോട്ടത്തിൽ നമുക്കൊരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിയെ കാണുമ്പോൾ തോന്നുന്നത് ക്ഷീണമാണോ, നന്നായിരിക്കുന്നോ എന്ന്. ബോഡി സ്ട്രക്ചർ, ശരീരഘടന, ഫാറ്റ് ആണോ, തിന്നാണോ, തടിച്ച ശരീരപ്രകൃതിയാണോ, മെലിഞ്ഞ ശരീരപ്രകൃതിയാണോ എന്ന്. റെക്കോർഡിംഗ് ഓഫ് പൾസ്, നാഡിമിടിപ്പ് രേഖപ്പെടുത്തൽ. ടെമ്പറേച്ചർ മെഷർമെന്റ്, താപനില അളക്കൽ. ആളുടെ ഹൈറ്റും വെയ്റ്റും റെസ്പിറേറ്ററി റേറ്റും ശ്വസന നിരക്ക്, ചെസ്റ്റ് ആൻഡ് അബ്ഡമൻ, വയറ് എന്നിവയുടെ പരിശോധന. തുടർന്ന് നെക്ക്, ഐസ്, ഇയേഴ്സ്, നോസ്, ത്രോട്ട്, ടീത്ത്, ഹെയർ, സ്കിൻ, നെയിൽസ്, വിഷൻ, ഹിയറിംഗ്, മെന്റൽ ഇംപാഷ്യാലിറ്റി, അതായത് മാനസിക നിഷ്പക്ഷത, മെന്റൽ ന്യൂട്രാലിറ്റി എന്നും പറയും. ഒരു സൈക്കോ അനാലിസിസിലൂടെ, ഒരു അനലിസ്റ്റിന്റെ സഹായത്തോടെ ആളുടെ മനോഭാവം വിശകലനം ചെയ്യുന്നു. രോഗിക്ക് അവരുടെ ഓരോ സാഹചര്യങ്ങളോടുള്ള സമീപനം, തീരുമാനങ്ങൾ വേണ്ട വിധം എടുക്കാൻ സാധിക്കുന്നുണ്ടോ, പേടിയോ മറ്റു വൈകാരിക ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ഒരു തുറന്ന അല്ലെങ്കിൽ ഫ്രീ ആയി മറ്റുള്ളവരോട് മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളോടൊപ്പം ഇടപെടാൻ സാധിക്കുന്നുണ്ടോ എന്ന് വിശകലനം ചെയ്യുന്നു. പിന്നെ എന്തൊക്കെയാണ് പരിശോധിക്കുന്നതെന്നോ? മൂവ്മെന്റ് ഓഫ് ലിംസ്, കൈകാലുകളുടെ ചലനം, യൂറിൻ, സ്റ്റൂൾ എന്നിവയുടെ പരിശോധനകളും ഉൾപ്പെടുത്തി ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തി ഇവയൊക്കെ ശ്രദ്ധിക്കണം. കണ്ടോ, ഇത്രയും കരുതൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഇത്രയും കേട്ടപ്പോൾ അഗതപ്പനും അനാമയവും കണ്ണും തള്ളി താടിക്ക് കയ്യും കൊടുത്ത് തങ്ങൾക്ക് പറ്റിയ അശ്രദ്ധയെ ഓർത്ത് സങ്കടപ്പെട്ടു. എല്ലാം പറഞ്ഞു തന്ന ഡോക്ടേഴ്സിന് നന്ദി പറഞ്ഞ് ഹെൽത്ത് ചെക്കപ്പിന് ഉറപ്പുവരുത്തുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് അവർ വീട്ടിലേക്ക് സന്തോഷത്തോടെ പോയി. അങ്ങനെ ആരോഗ്യദേശത്ത് കുഞ്ഞാരോഗ്യശ്രീ ഒരു ഭാഗ്യശ്രീയായി വളർന്നു വന്നു. താങ്ക് യു. വെരി ഗുഡ്. ഒരു കാർട്ടൂൺ സ്റ്റോറി കേട്ട പോലെ ഉണ്ടല്ലേ? ആകാശവാണിയിലെ ഹെൽത്തിന്റെ ഒക്കെ ടോക്ക് ഷോ കേൾക്കില്ലേ മാം? അതുപോലെയല്ലേ? റേഡിയോ ശബ്ദരേഖ പോലെ ഉണ്ട്. അതെ അതെ. താങ്ക് യു മാം.
നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. കഥ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മാം കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞപ്പോ എങ്ങനെ അത് ഒരു കഥയിലൂടെ ചെയ്യാൻ പറ്റും എന്നിങ്ങനെ മനസ്സിലിട്ട് ആലോചിച്ച് കിട്ടിയ ഒരു കഥയാണ്. വർക്ക് ആവുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് അതിലെ പേരുകൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ള ഒരു പേര് കിട്ടണം എന്ന് വിചാരിച്ചു. അങ്ങനെ പേര് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അഗതം, അനാമയം, അങ്ങനെ 2 പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മീനിങ് രോഗമില്ലാത്ത അവസ്ഥ എന്നാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റുമ്പോ എങ്ങനെയായിരിക്കും എന്നുള്ളത് ചിന്തിച്ചപ്പോ കിട്ടിയ ഒരു കുഞ്ഞു കഥയാണ്. ഇഷ്ടപ്പെട്ടതിൽ സന്തോഷം മാം. കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ചെയ്യാം, ഓരോന്ന് പറയുമ്പോ കേട്ടോ. ശ്രമിക്കാം മാം. ഓക്കെ ഓക്കെ. താങ്ക് യു. ഞാനൊക്കെ ചെയ്യുന്നേ സെമിനാർ പ്രസന്റേഷൻ. ഗ്ലാഡിസ്. മാം ഞാൻ പ്രസന്റ് ചെയ്യണം. എനിക്ക് ഇത് കേട്ടു സത്യം പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത് പ്രസന്റ് ചെയ്യാൻ തോന്നുന്നില്ല. തോന്നി ആരും മിണ്ടാതിരുന്നപ്പോ ഇത് കേട്ടിട്ടാണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പലർക്കും പല രീതിയിലാണ് ചെയ്യുന്നത്. ഓരോരുത്തരും ഡിഫറെന്റ് അല്ലേ, ക്രിയേറ്റിവിറ്റി ഇതിനനുസരിച്ച് വ്യത്യാസപ്പെടും. എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ മോശമാകണം എന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചിന്ത വേണ്ട നിങ്ങൾക്ക്. പ്രസന്റ് ചെയ്യാം. മാം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാന് ഇവിടെ കുഞ്ഞുങ്ങൾ ഭയങ്കര ബഹളായി. അതാണ് ഞാൻ വേഗം പറയാന്ന് കരുതിയിട്ട് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാന്ന്. ഇല്ല, അപ്പൊ ഞാനല്ലേ അതുകൊണ്ടല്ലേ. പേര് വിളിച്ചത്, ഞാനല്ലേ. എനിക്ക് ആദ്യം പേര് കണ്ടത് ടീനയുടെ, അതുകൊണ്ടാണ് ഞാൻ ആണല്ലേ? ഞാനും അങ്ങനെ വിചാരിച്ചു. ഇവിടെ ഭയങ്കര ബഹളായിരുന്നു. 3 പേരാണ്. ട്രിപ്ലെറ്റ്സ് ആണ്. അതെ. അതുകൊണ്ടാണ് കേട്ടോ. എത്ര വയസ്സായി? ഇപ്പൊ 2 വയസ്സാവുന്നതേ ഉള്ളൂ. അതെ. ഓക്കെ ഇവരെ കൊണ്ട് വായിപ്പിച്ചോളാം കേട്ടോ. ടീന പറയാവട്ട. ഓക്കെ. വായിച്ചോളൂ. എല്ലാവരും വായിക്കണം. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ചെയ്യേണ്ടതാണ് സെമിനാർ. രേവതി ചെയ്തിട്ടുണ്ട്. രേവതി മിസ്സേ ഞാൻ ലാസ്റ്റ് വായിക്കാൻ ഇവരൊക്കെ വായിച്ചിട്ട്. എന്താണ്? ഞാൻ ലാസ്റ്റ് വായിച്ചോണ്ട്. ലാസ്റ്റ് വായിക്കാം. ഗ്ലാഡിസ് വായിച്ചോളൂ കേട്ടോ. ഗ്ലാഡിസേ. ഓക്കെ മാം. ഓക്കെ, ഒരു സെക്കൻഡ് മാം. ഒരു പാരന്റ് എന്ന നിലയിൽ നമ്മുടെ നമ്മുടെ മക്കളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് പതിവായ ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, മൊത്തത്തിലുള്ള ആരോഗ്യം ഇവ ട്രാക്ക് ചെയ്യുന്നതിന് ഈ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിലൂടെ രോഗങ്ങൾ തടയാനും സാധ്യതയുള്ള ആശങ്കകളെ നേരത്തെ കണ്ടെത്താനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൊത്തത്തിലുള്ള വെൽബീയിങ് ഉറപ്പാക്കാനും സാധിക്കും. ഇനി കുഞ്ഞുങ്ങളുടെ റെഗുലർ ചെക്കപ്പ് എന്നാൽ എന്താണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് പതിവായി നടത്തേണ്ട ആരോഗ്യ പരിശോധന എന്താണ്? കുഞ്ഞുങ്ങളുടെ റെഗുലർ ചെക്കപ്പ് അല്ലെങ്കിൽ റെഗുലർ വിസിറ്റ് ടു ദ പീഡിയാട്രീഷ്യൻ എന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടോട്ടൽ വെൽബീയിങ് ഉറപ്പാക്കാനായിട്ട് അവരുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ വികസനത്തിന് അത് മൊത്തത്തിൽ വിലയിരുത്തുന്നതിനായി ഒരു പീഡിയാട്രീഷ്യനുമായി നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ് റെഗുലർ ചെക്കപ്സ് എന്ന് പറയുന്നത്. ഈ ഹെൽത്ത് കെയർ ചെക്കപ്പിൽ പീഡിയാട്രീഷ്യൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, എന്തെങ്കിലും രോഗങ്ങളുടെ ലക്ഷണമുണ്ടെങ്കിൽ അത്, പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് എല്ലാം വിലയിരുത്തുകയും ക്ലിയർ ചെയ്ത് തരികയും ചെയ്യും. പിന്നെ അവരുടെ പൂർണ്ണമായിട്ടുള്ള ശാരീരിക പരിശോധന നടത്തും. അതായത് കാഴ്ച, കേൾവി, പിന്നെ തല മുതൽ കാൽപാദം വരെയുള്ള എല്ലാ കാര്യങ്ങളും,
അവര് പരിശോധിക്കും. തലയുടെ വലിപ്പം, സംസാരിക്കുന്ന രീതി, സംസാരം കൊഞ്ഞുണ്ടോ അല്ലെങ്കിൽ വിക്കി വിക്കിയാണോ സംസാരിക്കുന്നത്, നടക്കുന്നത് പ്രോപ്പർ ആയിട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. പിന്നെ വാക്സിനേഷൻ ചാർട്ട് അത് പരിശോധിച്ച് കൃത്യമായിട്ട് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എടുക്കേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ അത് നൽകാനായിട്ട് നമ്മളെ സഹായിക്കും. കുഞ്ഞുങ്ങളുടെ സാമൂഹികവും വൈകാരികവുമായിട്ടുള്ള വികസനം നിരീക്ഷിക്കും. പിന്നെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ, പോഷകാഹാരം, ശാരീരിക പ്രവർത്തനങ്ങൾ, മറ്റ് ആരോഗ്യ വിഷയങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനും പീഡിയാട്രീഷ്യന് സാധിക്കും. അപ്പോ റെഗുലർ ഹെൽത്ത് ചെക്കപ്പിലൂടെ നമുക്ക് മക്കളെ കുറിച്ചുണ്ടാകുന്ന ആരോഗ്യപരമായും വികസനപരവുമായിട്ടുള്ള ചോദ്യങ്ങളോ ആശങ്കകളോ, അതായത് ഹെൽത്തും ഡെവലപ്മെന്റും സംബന്ധിച്ചുള്ള എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാനും പരിഹാരം കണ്ടെത്തുന്നതിനും നമുക്കൊരവസരം ലഭിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് റെഗുലർ ആയിട്ട് ചെക്കപ്പ് നടത്തണമെന്ന് പറയുന്നത്? കുഞ്ഞുങ്ങൾക്ക് പതിവായിട്ട് ആരോഗ്യ പരിശോധന നടത്തുന്നത് അവർക്ക് വരാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതിന്റെ തുടക്കത്തിൽ തന്നെ, അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാനായിട്ട് ഒരു ശിശുരോഗ വിദഗ്ധന്, ഒരു പീഡിയാട്രീഷ്യന് അവസരം നൽകുന്ന ഒരു കാര്യമാണ്. കാഴ്ച പ്രശ്നങ്ങള്, കേൾവിക്കുറവ്, പിന്നെ ഡെവലപ്മെന്റൽ ഡിലേ തുടങ്ങിയ പല അവസ്ഥകളും നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ പരിശോധനകളിൽ പങ്കെടുക്കുന്നതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉയർന്നു വരുന്ന ഏതൊരു പ്രശ്നത്തിനും ഉടനടി വിജയകരമായി ഇടപെടാനും അത് പരിഹരിക്കാനും ഉള്ള അവസരം നമ്മൾ ഡോക്ടർക്ക് നൽകുകയാണ്. നമ്മുടെ മക്കള് ശാരീരികവും മാനസികവും സാമൂഹികവും വൈകാരികവും അതുപോലെ തന്നെ വൈജ്ഞാനികവുമായിട്ടുള്ള വികസനത്തിലൂടെ അതിലുണ്ടാവുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അവരുടെ ഓരോ സ്റ്റേജുകളിൽ അങ്ങനെ കടന്നു പോകേണ്ടവരുമാണ്. കുഞ്ഞുമക്കളായിരിക്കുമ്പോൾ മുതൽ ഒരു പ്രായമാകുന്നിടം വരെ ഓരോ മാറ്റങ്ങളിലൂടെയും കടന്നു പോകേണ്ടവരാണ്. അപ്പം നമ്മുടെ കുഞ്ഞിന്റെ പുരോഗതി അത് ട്രാക്ക് ചെയ്യാനും അവര് കൃത്യമായിട്ടുള്ള മൈൽ സ്റ്റോൺസ് നേടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും നമ്മൾ നടത്തുന്ന റെഗുലർ ചെക്കപ്പ് വഴി പീഡിയാട്രീഷ്യന് സാധിക്കും. എന്തെങ്കിലും ഒരു ഡിലേ വരികയോ അല്ലെങ്കിൽ ആശങ്കകൾ ഉണ്ടാകുന്നതോ ആയിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാനും ഉചിതമായിട്ട് അതിന് ഇടപെടാനും, ഇപ്പൊ ചികിത്സകൾ എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അതിനും ഒരു ഡോക്ടർക്ക് സാധിക്കും. പിന്നെ വാക്സിനേഷനുകളെ കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം. അത് പാരന്റ്സിന് അറിവുണ്ടായിരിക്കണം. അത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നവരാണ് നമ്മുടെ പീഡിയാട്രീഷ്യൻ. അല്ലെങ്കിൽ നമ്മൾ ഹെൽത്ത് കെയർ ചെക്കപ്പിന് പോകാൻ നേരത്ത് അവിടെയുള്ള ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് നമ്മളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരും. ഗുരുതരമായ തടയാവുന്നതുമായ രോഗങ്ങളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്ന് പറയുന്നത്. റെഗുലർ ചെക്കപ്പുകളിൽ ഷെഡ്യൂൾ ചെയ്യുന്നതനുസരിച്ച് ശിശുരോഗ വിദഗ്ധൻ പ്രായത്തിന് അനുയോജ്യമായ വാക്സിനുകൾ നമുക്ക് നിർദ്ദേശിക്കും. അത് നമ്മുടെ കുഞ്ഞിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും 5-ാം പനി, വില്ലൻ ചുമ, പിന്നെ മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാനും സഹായിക്കുന്നു. പിന്നെ നമ്മുടെ മക്കളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള വിലപ്പെട്ട അവസരമാണ് നമ്മൾ ഈ പറയുന്ന റെഗുലർ ചെക്കപ്പുകൾ എന്ന് പറയുന്നത്. അതായത് കുഞ്ഞിന്റെ പോഷകാഹാരം, ഉറക്കം, ദന്ത സംരക്ഷണം, പിന്നെ സുരക്ഷാ മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ചും പിന്നെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകാനായിട്ട്, ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളതിനെ കുറിച്ച്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാർഗനിർദ്ദേശം നൽകാനും നമ്മുടെ ആശങ്കകൾക്ക് പരിഹാരം നൽകാനും കുഞ്ഞിന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ തെളിവുകൾ നിരത്തിയിട്ട് അതിന് കൃത്യമായിട്ട് ഉപദേശം നൽകാനും ഡോക്ടർക്ക് സാധിക്കും. പിന്നെ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പരിശോധനകൾ ഏതാണ്? കുട്ടികൾക്ക് റെഗുലർ ചെക്കപ്സ് പ്രധാനമാണെങ്കിലും ചില പ്രായക്കാർക്ക് പ്രത്യേകിച്ചും പ്രധാനമാണ്. അതിൽ ആദ്യം വരുന്നത് നവജാത ശിശുക്കളുടെ പരിശോധനയാണ്.
സാധാരണയായി ജനനത്തിന്റെ ആദ്യ ആഴ്ചയിലും 1 മാസത്തിന് ശേഷവും നടത്തുന്ന ഈ സന്ദർശനങ്ങളിൽ കുഞ്ഞിന്റെ വളർച്ച, മുലയൂട്ടൽ, മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവ വിലയിരുത്തുന്നതിന് അത്യാവശ്യമാണ്. പിന്നെ വരുന്നത് ശിശു പരിശോധനകളാണ്. ആദ്യ വർഷത്തില് കുഞ്ഞുങ്ങളുടെ പെട്ടെന്നുള്ള വികസനം നിരീക്ഷിക്കുന്നതിനും, അതായത് കുഞ്ഞിന്റെ ദ്രുതഗതിയിലുള്ള വികസനം നിരീക്ഷിക്കുന്നതിനും, പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൃത്യമായി നൽകുന്നതിനും, എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനും ഇടയ്ക്കിടെ പരിശോധനകൾ ആവശ്യമാണ്. സാധാരണയായി 2, 4, പിന്നെ 6, 9, 12 മാസങ്ങളിലാണ് ഈ ശിശു പരിശോധനകൾ നടത്തുന്നത്. പിന്നെ വാർഷിക പരിശോധനകളാണ് പിന്നീട് വരുന്നത്. 3 വയസ്സിന് ശേഷം കുട്ടികൾക്ക് എല്ലാ വർഷവും ആരോഗ്യ പരിശോധന നടത്തണം. ഈ സന്ദർശനങ്ങളില് ഡെവലപ്മെന്റൽ ചെക്കപ്സ്, വാക്സിനേഷൻസ്, പിന്നെ കുഞ്ഞിന്റെ പ്രായവുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്യാനായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പിന്നെ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾ പോയി തുടങ്ങി കഴിയുമ്പോൾ അവര് സ്പോർട്സ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് അതിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പം ഏതെങ്കിലും കോമ്പറ്റീഷൻസ്, സ്പോർട്സ് സംബന്ധമായിട്ടുള്ള കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ അതിന് ആവശ്യമായ ആരോഗ്യം ആ കുഞ്ഞിനുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഒരു പ്രത്യേക പരിശോധന ശരിക്കും പറഞ്ഞാൽ നടത്തുന്നത് നല്ലതാണ്. പിന്നെ കുട്ടികളുടെ പതിവ് ആരോഗ്യ പരിശോധനകളുടെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നാണ്, അതായത് റെഗുലർ ചെക്കപ്സ് നടത്തുന്നതിനുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പരിശോധന കൃത്യമായിട്ട് നടത്തുന്നത് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനും, അവരുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിനും വികസനത്തിനുമുള്ള ഒരു ബേസ് നൽകുന്നതിനും ഉതകുന്നതാണ്. പിന്നെ പതിവ് പരിശോധനകൾ കുട്ടികളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. പിന്നെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടാനുള്ള സാധ്യത കുറയ്ക്കും. പിന്നെ വിട്ടുമാറാത്ത അവസ്ഥകളുടെ ഫലപ്രദമായിട്ടുള്ള മാനേജ്മെന്റ് സാധ്യമാക്കുന്നതിന് ഇത് സഹായിക്കും. പിന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഉടനടി പരിഹരിക്കുന്നതിന് സഹായിക്കുന്നു. പിന്നെ ആരോഗ്യ പരിശോധനകള് സാധ്യതയുള്ള മെഡിക്കൽ അവസ്ഥകൾ നേരത്തെ കണ്ടെത്താൻ അനുവദിക്കുന്നു. പ്രശ്നങ്ങൾ അവയുടെ പ്രാരംഭഘട്ടത്തിൽ തിരിച്ചറിയുന്നതിന്, സമയബന്ധിതമായ ചികിത്സ പ്രാപ്തമാക്കുന്നതിനും, സങ്കീർണതകൾ കുറയ്ക്കുന്നതിനും ഈ റെഗുലർ ചെക്കപ്സ് സഹായകമാകുന്നുണ്ട്. പിന്നെ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ആരോഗ്യ പരിശോധനകൾക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. കൂടാതെ കുട്ടിയുടെ കാഴ്ച, കേൾവി, വികസനം, അവരുടെ മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവ ഉറപ്പാക്കുന്നതിന് പതിവായിട്ട് കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പരിശോധനകൾ നടത്തുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. എന്താ കുഴപ്പമില്ല, നല്ലതല്ലേ? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലേ തന്നത്, അല്ലേ? താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് മാം. കുറെ കാര്യങ്ങൾ മനസ്സിലായി. നെക്സ്റ്റ് ആരാണ്? വിസ്മയ. യെസ് മാം. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ മാം. ആരോഗ്യകരമായ ഒരു ബാല്യമാണ് ശോഭനമായ ഭാവിക്ക് അടിത്തറയിടുന്നതെന്ന് നമുക്കറിയാം. കുട്ടി ആരോഗ്യവാനായി കാണപ്പെട്ടാലും പതിവ് ആരോഗ്യ പരിശോധനകൾ അത്യാവശ്യമാണ്. കുട്ടികൾക്ക് അണുബാധയ്ക്ക് സാധ്യത കൂടുതലാണ്. പോഷകാഹാരക്കുറവുകൾ, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണശീലങ്ങളും സ്ക്രീൻ എക്സ്പോഷറും എല്ലാം ഹെൽത്ത് ചെക്കപ്പിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പിന് എന്തിനൊക്കെയാണ് സഹായിക്കുന്നത് നമുക്ക് നോക്കാം. വളർച്ചയും വികസനവും, അതായത് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഇതിൽ ഹൈറ്റ്, വെയിറ്റ് എന്നിവയെല്ലാം നമുക്ക് രേഖപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് അവരുടെ
വളർച്ച നല്ല രീതിയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ പോഷകാഹാരക്കുറവ്, ഉദാഹരണമായിട്ട് വൈറ്റമിൻ ഡി, അയൺ എന്നിവയുടെയൊക്കെ കുറവുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നെ അതുപോലെ പ്രതിരോധ ശേഷി, പിന്നെ അവയവങ്ങളുടെ പ്രവർത്തനം, പിന്നെ മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവയെല്ലാം ഹെൽത്ത് ചെക്കപ്പിലൂടെ വിലയിരുത്തുന്നുണ്ട്. പിന്നെ അതുപോലെ കുട്ടിക്ക് അലർജിയോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് കണ്ടെത്താനും നമുക്ക് ഇതിലൂടെ സാധിക്കും. ചെറുപ്പം മുതലേ ആരോഗ്യം നിലനിർത്താൻ അവരെ പഠിപ്പിക്കുന്ന ഒരു രീതി കൂടിയായിട്ട് ഇത് വളർന്നു വരുമ്പോൾ അവർക്ക് ഉപകാരപ്പെടും. കൃത്യമായ ഹെൽത്ത് ചെക്കപ്പ്, ഇതിന് നമുക്ക് ഒരു ഏകീകൃതമായ ഒരു ആരോഗ്യ രീതി അവരിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ നമുക്ക് ഭാവിയിലെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്താനായിട്ട് ഇതിലൂടെ സാധിക്കും. അതിനാൽ തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിന് പതിവായി പരിശോധനകൾ നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് നമുക്കറിയാം. എന്തെല്ലാം സാഹചര്യത്തിലാണ് നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ടി വരുന്നത് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അറിയാൻ പറ്റുന്നത്, ഇടയ്ക്കിടെ രോഗം വരുന്ന കുട്ടിയാണെങ്കിൽ, ഇപ്പൊ ചുമ, ജലദോഷം, അണുബാധകൾ അവരിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ അസാധാരണമായിട്ട് ക്ഷീണം, ഊർജ്ജക്കുറവ് അനുഭവപ്പെടുന്നുവെങ്കിലും ഇത്തരത്തിലുള്ള ഹെൽത്ത് ചെക്കപ്പിന്റെ ആവശ്യകത കൂടുതലായിരിക്കും. പിന്നെ സഹപാഠികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, അതായത് അവരുടെ കൂടെ പഠിക്കുന്നവരായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സമപ്രായക്കാരുമായിട്ട് നമ്മളെ കുട്ടികളെ താരതമ്യം ചെയ്യപ്പെടുമ്പോൾ അവരുടെ വളർച്ച മന്ദഗതിയിലാവുകയോ അതുപോലെ ശരീരഭാരം കൂടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ, കൂടാതെ പിന്നെ വിശപ്പ്, ദഹനം, പിന്നെ പതിവ് വയറ്റിലെ പ്രശ്നങ്ങൾ എന്നിവയുമായിട്ട് ബുദ്ധിമുട്ടുന്നു എങ്കിലും നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് അത്യാവശ്യമായിട്ട് വരാറുണ്ട്. പിന്നെ ഈ കുട്ടികളിലെ ഉറക്കം ക്രമരഹിതമാവുകയോ, അതായത് അവരുടെ ഉറക്കത്തില് ഇപ്പൊ നമ്മൾ 8 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഉറങ്ങണം എന്ന് പറയും. അപ്പൊ കുട്ടികളാണെങ്കിൽ, ഇപ്പൊ ചെറിയ നവജാത ശിശുക്കളാണെങ്കിൽ എങ്ങനെയാണ് അവര് ഭൂരിഭാഗവും ഇതിപ്പോ 24 മണിക്കൂറിൽ അവര് 12 മണിക്കൂർ അല്ലെങ്കിൽ 18 മണിക്കൂറും ഉറങ്ങേണ്ടവരാണെന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ ഓരോ വയസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും അവരുടെ ഉറക്കത്തിലുള്ള ആ ഒരു ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നെങ്കിലും ആ ഒരു രീതി എങ്ങനെയാണെങ്കിലും ഉറക്കം ക്രമരഹിതമാവുകയോ പിന്നെ മാനസികാവസ്ഥയിൽ അതുപോലെ പെരുമാറ്റത്തിൽ പ്രകടമായ മാറ്റങ്ങൾ അനുഭവപ്പെടുകയോ ചെയ്താലും ഇത് നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ആണ് പറയുന്നത്. പിന്നെ അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രായം വന്നിട്ടുണ്ടെങ്കിൽ, സ്കൂളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിലും സാവധാനത്തിലാണ് അവൻ പഠിക്കുന്നതെങ്കിൽ, ഇത്തരം സാഹചര്യത്തിലൊക്കെ നമുക്ക് ഹെൽത്ത് ചെക്കപ്പിന്റെ ആവശ്യകത ആവശ്യമായിട്ട് വരുന്നുണ്ട്, വളരെ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ ഈ ഇത്തരം ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെന്ന് വെച്ചാൽ, ആരോഗ്യകരമായ ശരീരവും അതുപോലെ മാനസികവുമായ വളർച്ച നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. പിന്നെ നേരത്തെയുള്ള രോഗനിർണയത്തിലൂടെ ദീർഘകാല സങ്കീർണതകൾ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ പഠന വികസനം അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ ആരോഗ്യ അപകട സാധ്യതകൾ നേരത്തെ കണ്ടെത്തുന്നതിലൂടെ അടിയന്തര സന്ദർശനങ്ങൾ കുറയ്ക്കാനും സാധിക്കും. പിന്നെ അതുപോലെ ഭാവിയിലെ വിശ്വാസത്തിനായി ശക്തമായ ഒരു ഡോക്ടർ കുട്ടി ബന്ധം ഇവിടെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും ഇടയ്ക്കിടെ ഉള്ള ഈ ഹെൽത്ത് ചെക്കപ്പിലൂടെ. പിന്നെ അതുപോലെ മാതാപിതാക്കൾക്ക് കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ആത്മവിശ്വാസവും മനസ്സമാധാനവും നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും. അതായത് എൻ്റെ കുട്ടി ആരോഗ്യത്തോടാണ് ഇരിക്കുന്നത് എന്നൊരു നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഏറെ സമാധാനമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനും സാധിക്കും. പിന്നെ അതുപോലെ കുട്ടിയുടെ ക്ഷേമത്തിനായുള്ള ഒരു നിക്ഷേപം കൂടിയായിട്ട് നമുക്ക് സാധിക്കും. ആരോഗ്യകരമായ ഒരു ബാല്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശോഭനമായ ഒരു ഭാവിക്ക് അടിത്തറയിടുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങള് ഹെൽത്ത് ചെക്കപ്പിലൂടെ നമുക്ക് അവരുടെ ഒരു അഭിവൃദ്ധി, കുട്ടികളുടെ നല്ല രീതിയിലുള്ള ഒരു വളർച്ച, വികസനം, എല്ലാ തരത്തിലുമുള്ള ഒരു ഡെവലപ്മെന്റ് അവരിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇത്രയും ചെയ്തിട്ടുള്ളൂ മാം. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. Then next is Sanila. യെസ് മാം. റെഡിയാണ് മാം. പക്ഷെ ഞാൻ ഇതില് എന്റെ കുറച്ച് വ്യൂ പോയിന്റ്സും കൂടി ഒക്കെ ആഡ് ചെയ്തിട്ടാണ് സെമിനാർ അവതരിപ്പിക്കാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. Good morning everyone. Health is much more than just not being sick.
ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗമില്ലാത്ത ഒരു അവസ്ഥ എന്നതിനപ്പുറമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ WHO നിർദ്ദേശപ്രകാരം മാനസികവും ശാരീരികവും അതുപോലെ സാമൂഹിക പരവുമായിട്ടുള്ള ഒരു അവസ്ഥ, അത് രോഗമില്ലാത്ത ഒരു അവസ്ഥ മാത്രമല്ല, വളരെ സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയെ കൂടിയാണ് ഹെൽത്ത് എന്ന് WHO നിർദ്ദേശിക്കുന്നത്. If a people with good physical, mental, emotional, social and spiritual health, we can call them healthy. അതായത് ഫിസിക്കലായിട്ടും പറഞ്ഞതാണ്, ശാരീരികമായിട്ടും ഒക്കെ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് അവര് വളരെ നല്ല രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവരെ ഹെൽത്തി എന്ന് നമുക്ക് വിളിക്കാം. But we cannot say some people with chronic diseases like diabetes or asthma are unhealthy people if they still be managed well. അതായത് നമുക്ക് ചില ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ അവർ ഹെൽത്തി അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ മാനസികമായിട്ടുള്ള ഒരു പവർ കൊണ്ട് അവർ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നവരുണ്ട്. അതായത് രോഗമുണ്ടെങ്കിൽ കൂടിയും അവരെ നമ്മൾക്ക് ഹെൽത്തി ആണ് എന്ന് പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് ഹെൽത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു മനുഷ്യന്റെ ഹെൽത്ത് നമ്മൾ നിർണയിക്കുന്നത് തന്നെ അവന്റെ ജനനത്തിന്റെ ആദ്യഘട്ടത്തിലാണ്. ഏതൊരു കുഞ്ഞു ജനിക്കുമ്പോഴും നമ്മൾ ആദ്യം ചോദിക്കുന്നത് അത് ജെൻഡറാണ്, ആണാണോ പെണ്ണാണോ. അതിനുശേഷം നമ്മൾ ചോദിക്കും വെയിറ്റ് എത്രയാ എന്ന്. അപ്പൊ ആ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരുടെയും ഹെൽത്ത് ഓക്കെ ആണോ എന്ന് നമ്മൾ നിർണയിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെയിറ്റ് ഉണ്ടോ 2.50 കൂടുതലുള്ള ഒരു കുഞ്ഞാണെങ്കിൽ നമ്മൾ പറയും ഓക്കെ ആണ് എന്ന് പറയാറുണ്ട്. മാം കേൾക്കുന്നുണ്ടോ? അതിനുശേഷം അതിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പറയും അയ്യോ കുഞ്ഞിന് വെയിറ്റ് കുറവാണല്ലോ എന്ന് പറഞ്ഞാണ് നമ്മൾ അത് നിർണ്ണയിക്കുന്നത്. വെയിറ്റ്, ഹൈറ്റ്, ഹെഡിന്റെ സർക്കംഫറൻസ്, ഇതൊക്കെയാണ് നമ്മൾ തുടക്കത്തിലെ ഒരു കുഞ്ഞിന്റെ ഹെൽത്ത് ചെക്കപ്പ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അവിടെ മുതൽ നമ്മൾ ആരംഭിക്കുന്നു ഒരു കുഞ്ഞിന്റെ ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കാൻ. ചൈൽഡ്സ് ഹെൽത്ത് ചെക്കപ്പ് അഥവാ വെൽ ചൈൽഡ് വിസിറ്റ് എന്നാണ് പറയുന്നത്. ഒരു കുഞ്ഞിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടുള്ള വിസിറ്റ് അത് നമ്മൾ തീർച്ചയായിട്ടും നടത്തേണ്ടതാണ്. ഇറ്റ് ഇൻവോൾവ്സ് മോണിറ്ററിംഗ് ഗ്രോത്ത്, ഹൈറ്റ്, വെയിറ്റ്, ഹെഡ് സർക്കംഫറൻസ്, ഫിസിക്കൽ എക്സാംസ്, അതായത് ഐസ്, ഇയേഴ്സ്, ഹേർട്ട്, റിഫ്ലക്സസ്, ഡെവലപ്മെന്റൽ സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ ഇമോഷണൽ, ലേണിംഗ് ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള കുട്ടിയുടെ ആക്ടിവിറ്റീസ് എല്ലാം ഇതിൽ പെടുന്നു. അതുപോലെ തന്നെ കുഞ്ഞിന്റെ വാക്സിനേഷൻ, സേഫ്റ്റി ആൻഡ് ആക്ടിവിറ്റി, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നതിനാണ് കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടിപ്പിക്കലി നമ്മൾ ഇൻഫൻസിന് ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത് ഗ്ലാഡിസ് പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 2 വീക്സ് നടത്തണം. പിന്നീട് അങ്ങോട്ട് 2, 4, 6, 9, 12, 18 മാസങ്ങളിലായിട്ട് നടത്തണമെന്നാണ് ആരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ 15 മാസത്തിന്റെ ഇടയിൽ അറ്റ്ലീസ്റ്റ് 6 പ്രാവശ്യമെങ്കിലും കുഞ്ഞുങ്ങളെ ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഡോക്ടറുടെ അടുത്ത്, അവരുടെ പീഡിയാട്രീഷ്യന്റെ അടുത്ത് കൊണ്ടുപോകണം എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. അത് 2 വയസ്സിന് മുകളിലാകുമ്പോൾ 2 പ്രാവശ്യം കൂടുതലും കൂടി, അതായത് വർഷത്തില് കുറച്ചധികം പ്രാവശ്യമെങ്കിലും അവരെ കൊണ്ടുപോയി ഹെൽത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ഓവർ 3 ഇയേഴ്സ് ആണെങ്കിൽ 3 to 18 ഇയേഴ്സ് ആണെങ്കിൽ ആനുവലി നമ്മൾ കുട്ടികളെ ഹെൽത്ത് ചെക്കപ്പിന് പീഡിയാട്രീഷ്യനെ കൊണ്ടുപോയി കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ട് കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ നിർണ്ണയിക്കാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റ് ആണ്. കുഞ്ഞുങ്ങളുടെ മാത്രമല്ല അഡൽട്സിന്റെയൊക്കെ. ബ്ലഡ് ടെസ്റ്റ് ഈസ് എ ബ്ലൂ പ്രിന്റ് ഓഫ് അവർ ഹെൽത്ത് എന്നാണ് പറയുന്നത്. അതായത് CBC, കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ്. കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് നടത്തുവാണെങ്കിൽ ഒരു കുഞ്ഞിന്റെ ആയാലും ഒരു അഡൽട്ടിന്റെ ആയാലും ആരോഗ്യത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഒരുവിധം കാര്യങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ TSH ലെവൽ നോക്കും, വൈറ്റമിൻ D3, അയൺ ലെവൽസ്, ബ്ലഡ് ഷുഗർ, കിഡ്നി, ലിവർ ഫങ്ഷൻ, ഇതെല്ലാം പ്രത്യേകം ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇതിൽ വേറെ യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻസും കുട്ടികൾക്കില്ലെങ്കിൽ അവിടെ നോക്കുന്നത് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്,
അവരെ എത്രത്തോളം അവരുടെ കാഴ്ച, കേൾവി, അവർ നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിർണ്ണയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡെന്റൽ ചെക്കപ്പ്. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരുന്ന മറ്റൊരു കാര്യമാണ് ഡെന്റൽ ചെക്കപ്പ് ഈസ് മസ്റ്റ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച്, കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ്. ഡെന്റൽ ചെക്കപ്പ് നമ്മൾ കുഞ്ഞുനാൾ മുതൽ, കുഞ്ഞിനെ എപ്പോഴാണോ ടീത്ത് വന്ന് തുടങ്ങുന്നത് അന്ന് മുതൽ തന്നെ കുഞ്ഞുങ്ങളുടെ ഡെന്റൽ ചെക്കപ്പ് മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് ബ്രഷിംഗ് ഹാബിറ്റ്സ് എന്തായാലും നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിരിക്കണം. 2 in a day എന്ന രീതിയിൽ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിരിക്കണം. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എൻ്റെ മകന് ഈ ഡെന്റൽ പ്രോബ്ലംസ് ഉണ്ട്. അവൻ ഒരുവിധം നല്ല രീതിയിൽ പാല് കുടിക്കുമ്പോൾ, രാത്രിയൊക്കെ പാല് കുടിച്ച് കിടക്കുന്ന ആളായത് കൊണ്ട് തന്നെ ക്യാവിറ്റീസ് വളരെ അധികം വന്നു. അപ്പോൾ ഫ്രണ്ടിലെ പല്ല് മുഴുവനും അങ്ങ് പോയി തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചെന്നപ്പോൾ അത് എൻ്റെ ഒരു ഫോൾട്ട് ആണെന്നാണ് പറഞ്ഞത്. കാരണം ഡെന്റൽ ചെക്കപ്പ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോ ആ പല്ലുകൾ പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ലെങ്കിൽ റൂട്ട് കനാല് ചെയ്യേണ്ടി വരും. ഈ 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ റൂട്ട് കനാലൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പാടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു കാര്യമാണ് ഡെന്റൽ ചെക്കപ്പും. അതുപോലെ തന്നെ ഐ ടെസ്റ്റ്. ഈ ഒരു ടെക്നോളജിയുള്ള ലോകത്ത് ഐ ടെസ്റ്റും നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങൾക്ക് ചെയ്തിരിക്കണം. കാരണം മൊബൈൽ അഡിക്ഷനും TV അഡിക്ഷനൊക്കെ കുട്ടികൾക്ക് കുറച്ചധികം കൂടുതലാണ്. അപ്പോൾ അതും ചെയ്തിരിക്കേണ്ടത് പ്രധാനമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതോടൊപ്പം തന്നെ പറയുവാണ്, നമ്മുടെ ഗവൺമെന്റും ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിർദ്ദേശിക്കുന്നുണ്ട്. സ്കൂളുകളിലായാലും അങ്കണവാടികളിലായാലും ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നുണ്ട്. പല രീതിയിലാണെന്ന് മാത്രം, മുഴുവനായിട്ടുള്ള രീതിയിലല്ല, പല രീതിയിലാണെന്ന് മാത്രം. നേത്ര പരിശോധനകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കേൾവി പരിശോധനകൾ നടത്തുന്നുണ്ട്. ഡെന്റൽ ചെക്കപ്പ് നടത്തുന്നുണ്ട്. ഇപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്നിട്ട് കുട്ടികൾക്ക് ഡെന്റൽ കെയറിനെ കുറിച്ചിട്ടുള്ള അറിവ് പകരുന്നതിന് വേണ്ടി അവർ പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലെപ്രോസി, കുഷ്ഠരോഗം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു വാരം അതിന് വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഹെൽത്ത് ചെക്കപ്പുകളും ഗവൺമെന്റും നമുക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെയും അതോടൊപ്പം തന്നെ നമ്മൾ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അഡൾട്ടും റെഗുലർ ആയിട്ട് ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. താങ്ക് യു മാം. വെരി ഗുഡ്. നന്നായിരുന്നു കേട്ടോ. കൊറേയൊക്കെ കയ്യിന്ന് പോയി മാം. അത് സാരില്ല, നല്ല നന്നായിരുന്നു. കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതും സനിലയുടെ വ്യൂ പോയിന്റ്സിലൂടെയാണ് പല കാര്യങ്ങളും പറഞ്ഞത്. ഓക്കെ, ഞാൻ മോക്ക് ടെസ്റ്റ് തന്നായിരുന്നോ ഫസ്റ്റ് ചാപ്റ്ററിന്റെ? കിട്ടിയില്ലേ? പറ്റുന്നുണ്ടായോ മോക്ക് ടെസ്റ്റ്? തപ്പൊന്നും ഉണ്ടായില്ലല്ലോ. ഇനി എത്ര പേരാണ് സെമിനാറിന് പ്രസന്റ് ആയിട്ടുള്ളവര്, ആയിട്ടുള്ളവര് എത്ര പേരുണ്ട്? മിസ്, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അവതരിപ്പിക്കും. ഇന്നലെ 3-4 ദിവസമായിട്ട് വീട്ടിലുണ്ടായില്ല. അപ്പൊ 2-3 അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിക്കാണ്. അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് എടുക്കാം, സമയം സെമിനാർ. ഞാനും ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. കുറച്ച് തിരക്കിലായിരുന്നു. ഓക്കെ, അടുത്ത ക്ലാസ് കേട്ടോ. ഇപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സേഫ്റ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സെമിനാർ പ്രസന്റ് ചെയ്താലും തീരില്ല, പകുതിക്ക് വെച്ച് നിർത്തേണ്ട ഒരു സമയമില്ലല്ലോ അധികം. നെക്സ്റ്റ് ക്ലാസ്സിൽ സെമിനാർ പിന്നെ അതുകൂടാതെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞു കുറച്ച് റിയൽ ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം, ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ.
ഈ ചാപ്റ്റർ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എടുത്ത് തുടങ്ങിയപ്പോ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുറെ അധികം അറിവുകൾ കിട്ടിയില്ലേ ഇതിനോടനുബന്ധിച്ച്? ഇപ്പൊ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് നിങ്ങൾ സെമിനാർ പ്രസന്റ് ചെയ്തപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, എക്സ്ട്രാ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പല ആളുകളുടെയും സെമിനാർ പ്രസന്റേഷനിലൂടെ കിട്ടിയില്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെ? കുറെ അധികം, അതായത് ടീനെ അതിനെ നല്ല രീതിയിൽ എന്താ പറയാ നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ എൻജോയ് ചെയ്ത രീതിയിൽ പ്രസന്റ് ചെയ്തു. ഗ്ലാഡിസ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പ്രസന്റ് ചെയ്തു. സനിലയുടെ വ്യൂ പോയിന്റ്സ് കൂടി പ്രസന്റ് ചെയ്തു. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രസന്റേഷൻസ് ആണ് നമ്മൾ ഇത്രയും നേരം ഈ ക്ലാസ്സിൽ കേട്ടത്. അപ്പോ കാര്യം നമ്മളെ ഡീറ്റെയിൽ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇനി വായിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അത് കിട്ടിക്കഴിഞ്ഞു അല്ലെ? സെമിനാർ പ്രസന്റേഷനിലൂടെ നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞു. ഏതാണ് സെമിനാറിന്റെ പ്രത്യേകത? അപ്പോ ഇനിയും നമുക്ക് ഇനി വരുന്ന ചാപ്റ്റേഴ്സിനും ഇങ്ങനെയുള്ള സെമിനാർസ് കണ്ടക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം, നെക്സ്റ്റ് ട്യൂസ്ഡേ. പറഞ്ഞോട്ടെ മാം, വൈൻഡ് പറഞ്ഞോട്ടെ. ഇന്നത്തെ ക്ലാസ്സിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൂപ്പർ ക്ലാസ് ആയിരുന്നു ഇന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ് നയിച്ച അശ്വതി മാമിന് താങ്ക് യു പറയുന്നു. അതോടൊപ്പം ഇന്ന് സെമിനാർ എടുത്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുന്നു. എൻ്റെ കോർഡിനേറ്റിംഗ് ടീമിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നമ്മളെ സഹായിച്ച സർവേശ്വരനോട് നന്ദി പറയുന്നു. ഇറ്റ്സ് മീ സനില സൈനിങ് ഔട്ട്. താങ്ക് യു ഓൾ. അപ്പൊ എല്ലാവർക്കും ബൈ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you.